കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാം ദിവസവും കത്തിക്കയറി കുരുമുളക് വില. വെളിച്ചെണ്ണ വില ഇടിഞ്ഞു. അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളക് ശേഖരിക്കാൻ മത്സരിച്ചത് ഉൽപ്പന്ന വില തുടർച്ചയായ രണ്ടാം ദിവസവും ക്വിൻ്റലിന് 200 രൂപ ഉയർത്തി. ശിവരാത്രി ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഉത്തരേന്ത്യൻ വ്യാപാരികൾ ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചെങ്കിലും ഡിമാൻഡിന് അനുസൃതമായി കുരുമുളക് കാർഷിക മേഖലകളിൽ നിന്നും വിൽപ്പനയ്ക്ക് ഇറങ്ങിയില്ല. ഹൈറേഞ്ചിൽ വിളവെടുപ്പ് പുരോഗമിച്ചെങ്കിലും ഉൽപ്പാദനം കുറഞ്ഞത് കണക്കിലെടുത്ത് കരുതലോടെ മാത്രമാണ് ചെറുകിട കർഷകർ പോലും ചരക്ക് വിപണിയിലേക്ക് നീക്കുന്നത്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില ക്വിൻ്റലിന് 70,000 രൂപയായും ഗാർബിളിന് ക്വിൻ്റലിന് 72,000 രൂപയായും ഉയർന്നു. തമിഴ്നാട്ടിൽ കൊപ്രയ്ക്ക് വീണ്ടും തിരിച്ചടി നേരിട്ടത് ദക്ഷിണേന്ത്യൻ നാളികേര മേഖലയിൽ ആശങ്ക പരത്തി. വ്യവസായികളിൽ നിന്നുള്ള വാങ്ങൽ താൽപ്പര്യം പെടുന്നനെ കുറഞ്ഞത് കണ്ട് ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകൾ കൊപ്ര വിറ്റുമാറാൻ കാങ്കയം വിപണിയിൽ കാണിച്ച തിടുക്കം ഉൽപ്പന്ന വിലയെ ബാധിച്ചു. അവിടെ കൊപ്രയ്ക്ക് 200 രൂപ ഇടിഞ്ഞ് 18,100 രൂപയായ വിവരം പുറത്തു വന്നതോടെ കൊച്ചി മാർക്കറ്റ് വെളിച്ചെണ്ണ വില 100 രൂപ ക്വിൻ്റലിന് കുറഞ്ഞ് 30,100 രൂപയായി. അതേസമയം ഇവിടെ കൊപ്ര വിലയിൽ മാറ്റമില്ല. ഏഷ്യൻ റബ്ബർ വിപണികളിൽ ഇടപാടുകാർ ലാഭമെടുപ്പിന് ഇന്ന് മുൻതൂക്കം നൽകി. വാരാന്ത്യമായതിനാൽ പുതിയ ബാധ്യതകൾക്ക് നിക്ഷേപകർ താൽപ്പര്യം കാണിച്ചില്ല. റബ്ബർ അവധി വിലകൾ നേരിയ റേഞ്ചിൽ ചാഞ്ചാടിയതിനാൽ റെഡി മാർക്കറ്റായ ബാങ്കോക്കിൽ ഷീറ്റിന് മുന്നേറാൻ അവസരം ലഭിച്ചില്ല. ഉൽപ്പാദന രാജ്യങ്ങൾ ഓഫ് സീസണിലേക്ക് പ്രവേശിച്ചതിനാൽ വില ഉയരുമെന്ന പ്രതീക്ഷയിലായിരുന്നു തായ്ലൻഡ് അടക്കമുള്ള കയറ്റുമതി രാജ്യങ്ങൾ. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് കിലോ 206 രൂപയിൽ സ്റ്റഡിയായി വ്യാപാരം നടന്നു.